സ്വാമി അയ്യപ്പനും കാണിക്കയായി ഭക്തിഗാനം സമർപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പാലക്കാട് പുഞ്ചപ്പാടം സ്വദേശി കൃഷ്ണപ്രസാദ്. മേൽശാന്തിമാർക്കൊപ്പം കഴിഞ്ഞ 4 വർഷമായി പൂജയ്ക്ക് സഹായിയായി നിൽക്കുന്ന കൃഷ്ണപ്രസാദിന് ഇക്കുറിയാണ് പുതിയ നിയോഗമുണ്ടായത്. അയ്യന്റെ മുന്നിൽ വെച്ചെഴുതിയതാണ് ഓരോ വരികളും. തിരുനടയിൽ നിന്നപ്പോൾ മനസ്സിൽ തോന്നിയത് എഴുതി ചേർത്തു. അങ്ങനെ അതൊരു ഭക്തിഗാനമായി മാറി. തിരുമുന്നിൽ നിന്നു ഞാൻ കേണതല്ലേ. ദൈവനിയോഗം പോലെയാണ് ശബരീശ സന്നിധിയിലെ ഓരോ നിമിഷത്തെയും പാലക്കാട് പുഞ്ചപ്പാടം സ്വദേശി കൃഷ്ണപ്രസാദ് കാണുന്നത്. 4 വർഷമായി മേൽശാന്തിയുടെ സഹായിയായി പൂജാവേളയിൽ ഈ സന്നിധിയിലുണ്ട് കൃഷ്ണപ്രസാദ്. ഇവിടെ ഞാൻ കാണുന്ന ഭാവം ഏറ്റവും കൂടുതൽ സങ്കടങ്ങളാണ്. അപ്പോൾ ആ സങ്കടങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ശബരിമല സന്നിധിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉരുത്തിരിഞ്ഞ ഭാവങ്ങളിൽ നിന്ന് മനസ്സിൽ തോന്നിയ വരികൾ കുറിച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു മുൻജന്മ സുഹൃതോ അല്ലെങ്കിൽ ഒരു പുണ്യമായിട്ടോ ഒക്കെ ഞാൻ കരുതാണ്. കഴിഞ്ഞ ദിവസം തിരുമുറ്റത്ത് വെച്ച ശബരിമല തന്ത്രിയും മേൽശാന്തിയും ചേർന്ന ഭക്തിഗാനം പ്രകാശനം ചെയ്തു. പ്രമോദ് സാരംഗ് സംഗീതം നൽകിയ ഈ അയ്യപ്പ ഭക്തിഗാനം മധു ബാലകൃഷ്ണനാണ് ആലപിച്ചത്. 18 മലകളും താണ്ടി വന്നു ഞാൻ, 18 പടികളും കയറി വന്നു. സ്വാമി അയ്യന്റെ മുന്നിൽ കൈകൂപ്പി ഞാനൊരു ഭിക്ഷാം ദേഹിയായി കാത്തു നിൽപ്പൂ. ഭിക്ഷാം ദേഹിയായി കാത്തു നിൽപ്പൂ. എറണാകുളത്ത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി നോക്കുകയാണ് കൃഷ്ണപ്രസാദ്. ഇവിടെ നിന്നും അവധിയെടുത്താണ് ഭഗവാന്റെ അരികിലേക്ക് എത്തുന്നത്. ഇതിനോടകം ഒരുപാട് പേരുടെ മനം കവർന്നു ഈ ഭക്തിഗാനം. ജനം, സന്നിധാനം.